ഫ്രീ ഫയർ ഗെയിമിൽ വളരെ കൂടുതൽ ആൾക്കാർക്ക് സംശയമുള്ള കാര്യമാണ് നമ്മുടെ സെൻസിറ്റിവിറ്റി എങ്ങനെ സെറ്റ് ചെയ്യുന്നുള്ള കാര്യം. ബട്ട് നമ്മൾ ഇന്നത്തെ വീഡിയോ നോക്കാനായിട്ട് പോകുന്നത് കറക്റ്റ് സെൻസിറ്റിവിറ്റി നിങ്ങൾക്ക് എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടതെന്നുള്ള കാര്യമാണ്. എന്നാൽ നിങ്ങളെ കൊണ്ട് പറയിപ്പിക്കണമെന്ന് എനിക്ക് നല്ല രീതിയിൽ ആഗ്രഹം കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഞാൻ മാക്സിമം എന്നെ കൊണ്ട് പറ്റുന്ന രീതി ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. ഇനി പറയാൻ പോകുന്ന ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ഇതുവരെ സെൻസിറ്റിവിറ്റി നിങ്ങൾക്ക് ഗെയിമിൽ സെറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ട് അത് പറ്റുന്നതായിരിക്കും. അതെന്റെ ഗ്യാരണ്ടിയാണ്. ഏതൊരു വൺ ടോപ്പ് ഹെഡ്ഷോട്ട് അടിക്കുന്ന പ്ലേസിനോട് ചോദിച്ചാൽ മനസ്സിലാവും സെൻസിറ്റിവിറ്റിക്ക് ഹെഡ്ഷോട്ട് അടിക്കുന്ന കാര്യത്തിൽ എത്രത്തോളം പ്രാധാന്യം ഉണ്ടെന്നുള്ള കാര്യം. ഐഫോൺ ആണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അതിനകത്ത് സെൻസിറ്റിവിറ്റി കറക്റ്റ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും ഹെഡ്ഷോട്ട് നിങ്ങൾക്ക് അടിക്കാൻ പറ്റത്തില്ല. നോക്കാനായിട്ട് പോകുന്നത് എങ്ങനെയാണ് കറക്റ്റ് നമുക്ക് പറ്റിയ, അതായത് നിങ്ങളെ കൊണ്ട് പറ്റിയ കറക്റ്റ് സെൻസിറ്റിവിറ്റി നിങ്ങൾക്ക് ഗെയിമിൽ എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ള കാര്യമാണ് നമ്മൾ പറഞ്ഞായിട്ട് പോകുന്നതെന്ന് പറയുന്നത്. ഇതിന് നമ്മൾ 3 മെത്തേഡാണ് ഉപയോഗിക്കുന്നത്. ആദ്യത്തെ മെത്തേഡ് എന്ന് പറയുന്നത് ഹൈ ടു ലോ മെത്തേഡ് ആണ്. ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ച് നമുക്ക് നല്ല തന്നെ ഹൈയിൽ നിന്ന് ലോയിലേക്ക് നമുക്ക് സെൻസിറ്റിവിറ്റി കൊണ്ടുവന്നിട്ട് എങ്ങനെ നമുക്ക് കറക്റ്റ് നമ്മുടെ കംഫർട്ടബിൾ ആയിട്ടുള്ള സെൻസിറ്റിവിറ്റി കണ്ടുപിടിക്കാനാണ് പറഞ്ഞു തരാനായിട്ട് പോകുന്നതെന്ന് പറയുന്നത്. രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് M887 ലോ ടു ഹൈ മെത്തേഡ് ആണ്. ഈ ഒരു മെത്തേഡ് വഴി നമുക്ക് ലോയിൽ നിന്ന് ഹൈയിലേക്ക് എങ്ങനെ കറക്റ്റ് നമുക്ക് പറ്റിയ സെൻസിറ്റിവിറ്റി വെക്കാന്നാണ് പറഞ്ഞായിട്ട് പോകുന്നതെന്ന് പറയുന്നത്. മൂന്നാമത്തെ മെത്തേഡ് എന്ന് പറഞ്ഞ ഒരു സീക്രട്ട് മെത്തേഡ് ആണ്. അത് വീഡിയോ അവസാനിക്കുന്ന സമയത്ത് നമ്മൾ പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ ഈ 3 മെത്തേഡുകളാണ് നമ്മൾ മെയിൻ ആയിട്ട് നോക്കാനായിട്ട് പോകുന്നതെന്ന് പറയുന്നത്. ഒരു എക്സ്ട്രാ ബോണസ് നിങ്ങൾക്ക് വേണ്ടി നമ്മൾ പറഞ്ഞു തരുന്നതായിരിക്കും. ഉറപ്പായിട്ടും വീഡിയോ മുന്നോട്ട് കാണാൻ ശ്രമിക്കുക. മെത്തേഡ് നമ്പർ 1 UMBയുടെ ഹൈ ടു ലോ മെത്തേഡ്. അപ്പോൾ ഈ ഒരു മെത്തേഡാണ് നമ്മൾ ആദ്യമായിട്ട് ചെയ്ത് നോക്കാനായിട്ട് പോകുന്നതെന്ന് പറയുന്നത്. ആദ്യം നമ്മൾ ട്രെയിനിങ് സെന്റർ എടുക്കുക. അപ്പോൾ ട്രെയിനിങ് സെന്ററിലാണ് ബാക്കി കാര്യങ്ങളൊക്കെ നടക്കേണ്ടതെന്ന് പറയുന്നത്. അതിനുശേഷം നമ്മളൊരു മിഡിൽ ആയിട്ടുള്ള പൊസിഷനിൽ നിൽക്കുക. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നതെന്ന് പറയുന്നത് ഒരു മിഡിൽ ആയിട്ടുള്ള പൊസിഷനാണ്. ഒത്തിരി ലോങ്ങും അല്ല ഒത്തിരി ഹൈയും അല്ല, അങ്ങനത്തെ ഒരു രീതിയിലുള്ള പൊസിഷനിലാണ് നമ്മൾ നിൽക്കേണ്ടതെന്ന് പറയുന്നത്. അപ്പോൾ അതിനുശേഷം നമ്മൾ ജസ്റ്റ് ഒരു സെൻസിറ്റിവിറ്റിയുടെ ഭാഗത്ത് വന്നിട്ട് ആ ജനറലിൻ്റെ ഓപ്ഷനും അതുപോലെ തന്നെ റെഡ് ഡോട്ടിൻ്റെ ഓപ്ഷനും നോക്കുക. അപ്പോൾ ഇത് 2 ഓപ്ഷനാണ് നമുക്ക് മെയിനായിട്ട് വേണ്ടതെന്ന് പറയുന്നത്, റെഡ് ഡോട്ടും ജനറലും. അപ്പോൾ ഇവിടെ നോക്കുന്ന സമയത്ത് നമുക്ക് ഡിഫോൾട്ട് ഹൈ ഒക്കെ ഉണ്ട്, അതൊന്നും നമ്മൾ ശ്രദ്ധിക്കാൻ പോകണ്ട. പകരം നമ്മൾ ജനറൽ ഓപ്ഷൻ വന്നതിന് ശേഷം മാക്സിമം ജനറൽ 200 ആക്കിയതിന് ശേഷം റെഡ് ഡോട്ട് 0 ആക്കി വെക്കുക. ഓക്കെ, അത് കേൾക്കുക. മാക്സിമം 200 ജനറൽ ആക്കിയതിന് ശേഷം റെഡ് ഡോട്ട് മാത്രം 0 ആക്കി വെക്കുക. ബാക്കിയൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്തോ. ഈ 2 സെറ്റിംഗ്സ് ആണ് നമുക്ക് മെയിനായിട്ട് വേണ്ടതെന്ന് പറയുന്നത്, ജനറലും അതുപോലെ റെഡ് ഡോട്ടും. അപ്പോൾ ജനറൽ 200 ആയതിനു ശേഷം നമ്മൾ റെഡ് ഡോട്ട് 0 ആക്കുന്ന സമയത്ത് മാക്സിമം മിഡിൽ പൊസിഷനിൽ നിന്ന് അടിക്കുന്ന സമയത്ത് മാക്സിമം തലയിലോട്ട് കയറുന്നുണ്ടോ നമ്മൾ നോക്കുക. അപ്പോൾ ആ ഒരു എയിമും കാലത്ത് കറക്റ്റ് നമ്മുടെ ഹെഡിന് അങ്ങോട്ടാണ് പോകുന്നതെങ്കിൽ നമ്മുടെ സെൻസിറ്റിവിറ്റി കാലത്ത് ഏകദേശം ഓക്കെ ആയെന്നാണ് അർത്ഥം എന്ന് പറയുന്നത്. ഇവിടെ ഇപ്പോൾ നോക്കിയ സമയത്ത് നമുക്ക് കറക്റ്റായിട്ട് പോകുന്ന കണ്ടില്ല, അതുകൊണ്ട് തന്നെ നമ്മൾ ജനറൽ ഒന്നുകൂടെ കുറച്ച് വെച്ചു. ഈ ഒരു സംഭവം റിപ്പീറ്റ് ആയിട്ട് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. ആദ്യം കുറച്ച് മടുപ്പ് വരുമെങ്കിലും പിന്നീട് നിങ്ങൾ ചെയ്ത് വരാൻ നേരത്ത് നിങ്ങൾക്ക് ഹെഡിങ്ങളൊക്കെ കയറുന്ന കാണുമ്പോൾ നിങ്ങൾക്ക് ഒരു സന്തോഷങ്ങളൊക്കെ വരും. അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യം റിപ്പീറ്റിങ്ങളൊക്കെ ചെയ്ത് കറക്റ്റ് നിങ്ങൾക്ക് കംഫോർട്ട് എത്തുന്ന സമയത്ത്, അതായത് നിങ്ങൾക്ക് കംഫോർട്ടബിൾ ആയിട്ടുള്ളൊരു പൊസിഷൻ എത്തുന്ന സമയത്ത് നിങ്ങളുടെ ജനറലുകൾക്ക് അവിടെ സ്റ്റോപ്പ് ചെയ്ത് വെക്കുക. അങ്ങനെ കറക്റ്റ് ആയിട്ടുള്ള ജനറലുകളൊക്കെ നമുക്ക് അങ്ങനെ സിമ്പിളായി തന്നെ കണ്ടുപിടിച്ചിട്ട് നല്ലൊരു സെൻസിറ്റിവിറ്റികളൊക്കെ അങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കുന്നതായിരിക്കും. ഇപ്പോൾ ടൂളിൽ നമ്മൾ പറയാനായിട്ട് പോകുന്നത് M887 ലോ ടു ഹൈ മെത്തേഡ് ആണ്. അപ്പോൾ ഈ ഒരു മെത്തേഡിനായിട്ട് നമുക്ക് M887 ഗണ്ണ് ആവശ്യമുണ്ട്. അതിനുശേഷം നമ്മൾ നിൽക്കേണ്ട പൊസിഷൻ എന്ന് പറയുന്നത് നമ്മുടെ മിഡിൽ പൊസിഷനിൽ നിന്ന് കുറച്ചും കൂടെ ഫ്രണ്ടിലോട്ട് കയറിയാണ് നിൽക്കേണ്ടതെന്ന് പറയുന്നത്. അതിനുശേഷം നമ്മൾ നേരെ സെൻസിറ്റിവിറ്റിയുടെ ഭാഗത്തോട്ട് പോകുക. അപ്പോൾ നമ്മൾ സെറ്റിംഗ്സ് എടുത്തതിന് ശേഷം സെൻസിറ്റിവിറ്റിയുടെ ഭാഗത്തോട്ട് പോയതിനു ശേഷം നമ്മൾ കഴിഞ്ഞ വട്ടം 200 ജനറൽ ആക്കിയെങ്കിൽ ഈ വട്ടം ആക്കേണ്ടതെന്ന് പറയുന്നത് 0 ആണ്. റെഡ് ഡോട്ട് 0 തന്നെയാണ്, അതുപോലെ തന്നെ ജനറലും 0 തൊട്ടാണ് നമ്മൾ തുടങ്ങേണ്ടതെന്ന് പറയുന്നത്. അതിനുശേഷം നമ്മൾ കഴിഞ്ഞ വട്ടം ചെയ്ത പോലെ തന്നെ മിഡിൽ പൊസിഷനിൽ നിന്ന് കുറച്ചും കൂടെ ഫ്രണ്ടിലോട്ട് കയറി വന്നിട്ട് ജസ്റ്റ് ഒന്ന് ഹെഡിങ്ങാളൊക്കെ ജസ്റ്റ് അടിക്കാൻ നോക്കുക. അങ്ങനെ അടിക്കുന്ന സമയത്ത് ഏതെങ്കിലും റെഡ് ഡോട്ടുകളൊക്കെ പോകുന്നുണ്ടെങ്കിൽ ആ ഒരു സമയത്താണ് നിങ്ങളുടെ കറക്റ്റ് ഒരു ജനറൽ എന്ന് പറയുന്നത്. അതായത് ഒരു മിഡിൽ പൊസിഷനിൽ നിന്ന് നിങ്ങൾ അടിക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ റെഡ് ഡോട്ട് എപ്പോഴാണ് പോകുന്നത് അതാണ് നിങ്ങളുടെ കറക്റ്റ് എന്ന് പറയുന്നത്. അവിടെ വരെ എത്തുന്നിടം വരെ നമ്മുടെ ജനറലുകളെ കൂട്ടി കൊണ്ടുപോവുക. അപ്പോൾ എന്തായാലും കൂട്ടി കൊണ്ടുപോകുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും ഏതൊരു പൊസിഷൻ എത്തുന്ന സമയത്താണ് ഏറ്റവും കൂടുതൽ റെഡിങ്ങൾക്ക് വരുന്നതെന്നുള്ള സംഭവം. അപ്പോൾ എന്തായാലും എനിക്ക് ഇതുവരെ ആയിട്ടില്ല, നമ്മൾ ഒന്നുകൂടെ കൂട്ടാനായിട്ട് പോകും. ഇങ്ങനെ തന്നെ നിങ്ങളും ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക. അങ്ങനെ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്തായിരിക്കും കറക്റ്റ് ഒരു ജനറലുകൾക്ക് നിങ്ങൾക്ക് കിട്ടുന്നതെന്ന് പറയുന്നത്. അങ്ങനെ മാക്സിമം നോക്കി ട്രൈ ചെയ്തായിരിക്കും നിങ്ങൾക്ക് ഉറപ്പായിട്ടും കിട്ടുന്നതെന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കുക. ഉറപ്പായിട്ട് നിങ്ങൾക്ക് പറ്റിയ ഒരു സെൻസിറ്റിവിറ്റികളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുന്നതായിരിക്കും. മെയിൻ ആയിട്ടുള്ള കാര്യമാണ് ആറ് സെൻസിറ്റിവിറ്റി കോപ്പി അടിക്കാതിരിക്കുക. നിങ്ങളുടെ കൂട്ടുകാരൻ പറയുമായിരിക്കും, എടാ ഈ സെൻസിറ്റിവിറ്റി നോക്ക് സെറ്റ് ആയിരിക്കും, എനിക്ക് നല്ല രീതിയിൽ ഹെഡിങ് ആണ് കയറുന്നുണ്ടെന്ന്. ബട്ട് ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല. അവന് പറ്റിയ മൊബൈൽ ആയിരിക്കത്തില്ല നിങ്ങൾക്ക് പറ്റിയത്. അതായത് അവൻ്റെ കൺട്രോൾസ് വേറെ, നിങ്ങളുടെ കൺട്രോൾസ് വേറെ. ആ ഒരു രീതി ചിന്തിച്ച് നോക്കുക. രണ്ടുപേർക്കും ഡിഫറൻസ് ആയിരിക്കും. നിന്റെ ജനറലായിരിക്കും അവരുടെ ജനറൽ. ആ ഒരു രീതിക്ക് തന്നെ ചിന്തിച്ച് നോക്കി നമുക്ക് ഇതുപോലെ കളിച്ച് മാത്രമേ നമ്മുടെ സെൻസിറ്റിവിറ്റികളൊക്കെ കറക്റ്റ് ചെയ്താന്ന് മനസ്സിലാക്കാൻ സാധിക്കത്തുള്ളൂ. അതുകൊണ്ട് തന്നെ ആരെയും പോയി കോപ്പി ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക. ഞാൻ പറഞ്ഞുള്ള ഇത്തരം കാര്യങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. അപ്പം ട്രൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് പറ്റിയൊരു ക്യാരക്ടറാണ് DB എന്ന് പറയുന്ന ഈ ഒരു ക്യാരക്ടർ. ഇത് ഉപയോഗിച്ച് നമ്മുടെ മൂവ്മെന്റ് സ്പീഡും അതുപോലെ തന്നെ നമ്മുടെ ആക്രോസിങ് കൂടുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും ഇതൊക്കെ ട്രൈ ചെയ്യാൻ പോകുന്ന ആൾക്കാരാണെങ്കിൽ ഉറപ്പായിട്ട് ഉപയോഗിക്കേണ്ട ഒരു ക്യാരക്ടറാണ് DB എന്ന് പറയുന്ന ഈ ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത്. നൈസായിട്ടുള്ള ക്യാരക്ടറാണ്. ജസ്റ്റ് ഒന്ന് ഉപയോഗിച്ച് നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവുന്നതായിരിക്കും. അപ്പോൾ ഞാൻ ഇത്തരം കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് നമ്മുടെ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ നമ്മുടെ വീഡിയോ ഇതുവരെ കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തതാണെങ്കിൽ നമ്മുടെ ചാനലിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്ക്. നമ്മൾ കൂടുതൽ ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് വീഡിയോ
വീഡിയോസ് നിങ്ങൾക്ക് ഡെയിലി നിങ്ങൾക്ക് ചെയ്യുന്നതായിരിക്കും. പിന്നെ പറയാനുള്ള കാര്യമാണ് ഡോണ്ട് ഗീവ് അപ്പ്. ഈ ഒരു വീഡിയോ കാണാൻ 90% ചെയ്യാൻ പോകുന്ന ആൾക്കാർ ഞാൻ ഇത് പറഞ്ഞില്ലായിരുന്നെങ്കിൽ ചെയ്യാൻ പോകുന്ന ഒരു മണ്ടത്തരമായിരുന്നു. ഒരു 2 ദിവസം അല്ലെങ്കിൽ 3 ദിവസം ട്രൈ ചെയ്ത് വിട്ട് കളയുന്നുള്ള കാര്യം. ബട്ട് അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല ഗൈസ്. നമ്മളൊരു കാര്യം ചെയ്യുവാണെങ്കിൽ കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്താൽ മാത്രമേ അതിന് റിസൾട്ട് വരത്തുള്ളൂ. അത് ഏതൊരു കാര്യം ആയിക്കോട്ടെ, ഗെയിമിലായാലും റിയൽ ലൈഫിലാണെങ്കിലും നമ്മൾ കൺസിസ്റ്റന്റ് ആയില്ലെങ്കിൽ നമുക്കൊരു കാര്യമില്ല. നിങ്ങൾ സെൻസിറ്റീവിംഗ് ആളൊക്കെ പഠിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അതെന്തായാലും പഠിക്കുക. അതായത് എങ്ങനെയാണ് കറക്റ്റ് ഒരു സെൻസിറ്റീവിംഗ് ആളൊക്കെ എടുക്കുന്നത് നോക്കുക. എന്നിട്ട് അത് മാക്സിമം ട്രൈ ചെയ്ത് മാക്സിമം നമ്മൾ പറ്റുന്ന അത്രയും ട്രൈ ചെയ്യുക. എന്നിട്ട് നമുക്ക് പറ്റിയിട്ടില്ലെങ്കിൽ മാത്രം, അതായത് കൺസിസ്റ്റന്റ് ആയിട്ട് പറ്റിയിട്ടില്ലെങ്കിൽ മാത്രം അത് വിട്ട് കളയുക. അങ്ങനെ മാത്രം ചെയ്യാൻ ശ്രമിക്കുക. അല്ലാതെ അതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾ ഹെഡ് ഷോട്ട് അടിക്കാൻ പഠിക്കാൻ പോയാൽ എല്ലാ കാര്യവും തീർന്നു. അപ്പോൾ എന്തായാലും ആദ്യം നിങ്ങൾ ബേസിക് ആയിട്ടുള്ള സെൻസിറ്റിവിറ്റിങ്ങളൊക്കെ നമുക്ക് പറ്റിയത് കണ്ടുപിടിക്കുക. അതിനുശേഷം നമ്മൾ ഹെഡ് ഷോട്ടുകളൊക്കെ അടിക്കാൻ പോവുക. അതാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ നല്ല കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും ഹെഡ് ഷോട്ടുകളൊക്കെ അടിക്കാൻ നിങ്ങൾക്ക് അറിയത്തില്ലെങ്കിൽ നമ്മൾ കുറേ വീഡിയോസ് ചെയ്തിട്ടുണ്ട്, കുറേ ആൾക്കാരെ പഠിപ്പിച്ചെടുത്തിട്ടുണ്ട് ഹെഡ് ഷോട്ടുകളൊക്കെ അടിക്കാൻ. ആ ഒരു വീഡിയോസിൽ ലിങ്കുകളൊക്കെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് കയറി കണ്ടു നോക്കുക. ഉറപ്പായിട്ട് നിങ്ങൾക്ക് യൂസ് ഉള്ള എന്നുള്ള കാര്യം ഞാൻ ഗ്യാരണ്ടി നിൽക്കുകയാണ്. അപ്പോൾ എന്തായാലും ആ കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതായത് ആദ്യം സെൻസിറ്റിവിറ്റി ട്രൈ ചെയ്തിട്ട് മാത്രമേ ഈ ഒരു കാര്യത്തിലോട്ട് പോകാൻ. മാക്സിമം ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ കേട്ടിട്ട് ട്രൈ ചെയ്യാൻ നോക്കുക. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്തിട്ട് വല്ല യൂസ്ഫുൾ ഒക്കെ ആണെങ്കിൽ എനിക്ക് ജസ്റ്റ് ഒന്ന് കമന്റ് ഒക്കെ ചെയ്ത് സഹായിക്കാവുന്നതാണ്. ഒക്കെ കമന്റിങ് ആൾക്ക് കൂടുതലൊന്നും വരുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് കമന്റ് ചെയ്യാൻ തോന്നുവാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനം കമന്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് പറഞ്ഞ് തെറിയൊന്നും വിളിക്കല്ലേ. അപ്പോൾ എന്തായാലും കേസ് ഞാൻ വേറൊരു കാര്യം കൂടെ പറയാം. അപ്പോൾ എന്തായാലും ചാറ്റ് ജിപിടി ഇല്ലേ, അപ്പോൾ ചാറ്റ് ജിപിടിയോട് നിങ്ങൾ ചോദിച്ചാൽ ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്. അതായത് ചാറ്റ് ജിപിടിയോട് നിങ്ങൾ ജസ്റ്റ് ചോദിച്ചു നോക്കുക. അതായത് നമ്മുടെ ഫോണിൻ്റെ സെറ്റിംഗ്സും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഞാൻ ഡെമോയിങ് ആണെങ്കിൽ തന്നെ സ്ക്രീനിൽ കൊടുത്തേക്കാം. ഇതുപോലെ ജസ്റ്റ് ഒന്ന് അടിച്ചു നോക്കുക. നിങ്ങൾക്ക് അവർ കറക്റ്റ് ആയിട്ട് പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ അവർ ചാറ്റ് ജിപിടി പറയുന്നതാണ് നമുക്ക് എത്രത്തോളം വിശ്വസിക്കാൻ പറ്റുന്ന കാര്യം ഡൗട്ടാണ്. അപ്പോൾ എന്തായാലും അവർ പറയുന്ന കാര്യം ജസ്റ്റ് ഒന്ന് നിങ്ങൾ ചെയ്ത് നോക്കുക. അതായത് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ആ സെറ്റിംഗ്സ് ഒക്കെ വെച്ച് നോക്കുക. എന്നിട്ട് വെച്ച് നോക്കിയിട്ട് വലിയ ഉപയോഗമൊന്നും ഇല്ലെങ്കിൽ എടുത്ത് കളഞ്ഞേക്ക്. ഞാൻ പറഞ്ഞ മെത്തേഡുകളൊക്കെ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എന്തായാലും എടുത്ത് കാണുന്നവരെ ബൈ ഗൈസ്.